റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റുവാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മംഗലാപുരം ജംഗ്ഷൻ ഒഴിവാക്കിയതിലൂടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും ഇത് ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഷീജ ഉണ്ട് വിവരങ്ങളുമായി. ഷീജ, ഇനി അടുത്ത ഘട്ടമെന്ന നിലയിൽ ഇതിന്റെ പ്രതിഷേധം ശക്തമായി റെയിൽവേയും കേന്ദ്രത്തെയും അറിയിക്കുക, ഈ ഒരു വിജ്ഞാപനത്തെ റദ്ദാക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നടപടികൾ എന്തെല്ലാമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്തെല്ലാമാണ്? സിന്ധുലി, പ്രധാനമായും ഈ തീരുമാനം അത് പൂർണ്ണമായും ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. തീരുമാനം പുനഃപരിശോധിക്കണം എന്നത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യമായി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. കാരണം ഈ ഒരു തീരുമാനത്തിലൂടെ സദേൺ റെയിൽവേക്കും കേരളത്തിനും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. സംസ്ഥാനത്തെ അറിയിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയോ ചെയ്യാതെയാണ് പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് കേരളത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യമാണ് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. സംസ്ഥാനത്തെ എംപിമാരുടെ കൂടി സഹായത്തോടെ തീരുമാനം പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്താനാണ് തീരുമാനം എന്നുകൂടിയാണ് വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. സിന്ധൂരി.